ഇടുക്കിയിലൊക്കെ ആളില്ല, പക്ഷേ ബാക്കി എല്ലാ ഇടങ്ങളിലും സാമാന്യം ഭേദപ്പെട്ട പോളിംഗാണുള്ളത്. പ്രായമേറിയ മനുഷ്യരാണ് പലയിടങ്ങളിലും വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തിയിരിക്കുന്നത്. പറയരുതെന്നൊരു പ്രേക്ഷകൻ പറഞ്ഞു, ചുമ്മാ തിരുത്തി. 40 വയസ്സ് കഴിഞ്ഞ് യൂത്തന്മാർ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. മുതിർന്ന വോട്ടർമാരൊക്കെ അവരുടെ പ്രയാസങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് വോട്ട് രേഖപ്പെടുത്തി എത്തുന്നത്. ചിലർ ക്രച്ചസിൽ വരുന്നു, ചിലരാണെങ്കിൽ ഒരു വാക്കിംഗ് സ്റ്റിക്കുമായിട്ട് വരുന്നു. കോട്ടൺ ഹില്ലിലും നല്ല തിരക്കുണ്ടോ റാഹി സുഷീദ് രാവിലെ? അരുൺകുമാർ, കോട്ടൺ ഹില്ലിൽ അത്യാവശ്യം തിരക്കുണ്ട്. സാധാരണഗതിയിൽ ഈ കോട്ടൺ ഹില്ല്, ശാസ്തമംഗലം പോലുള്ള സ്ഥലങ്ങളിൽ ഈ തരത്തിൽ തിരക്ക് കാണുന്നതല്ല. വലിയൊരു തിരക്കല്ല, പക്ഷേ അത്യാവശ്യം തിരക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ തിരക്കുള്ളതുകൊണ്ട് സംഭവിച്ച ഒരു കാര്യം, 10 മണിക്ക് ശശി തരൂർ വോട്ട് ചെയ്യാൻ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിന്നാണ്. അപ്പം കുറച്ച് തിരക്ക് കഴിഞ്ഞിട്ട് വരാം എന്ന് ശശി തരൂരിൻ്റെ ഒപ്പമുള്ള ആളോട് ഇപ്പോൾ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഇച്ചിരി തിരക്ക് കുറഞ്ഞിട്ടായിരിക്കും അദ്ദേഹം ഒരു 10 മിനിറ്റ് കൊണ്ടായിരിക്കും വരിക. തിരക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക്, ജനപ്രതിനിധികൾക്ക് ഒരു പ്രശ്നമാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 20% കഴിഞ്ഞ് പോളിംഗ് മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. 22.37% അവിടെ എറണാകുളത്തുള്ളത്. ഏറ്റവും കുറവ് തിരുവനന്തപുരത്താണ്, 19.47. അത് കഴിഞ്ഞ് കുറവാണ് അരുൺ നേരത്തെ പറഞ്ഞ ഇടുക്കിയിൽ 19.65. അപ്പോൾ ഇടുക്കി നല്ല തണുപ്പാണ്. അവിടെ വെയിൽ വരുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തേക്കാൾ ഭേദമാണ് ഇടുക്കി എന്ന് പറയേണ്ടി വരും. പ്രായമായ ആളുകൾ നിരവധി വരുന്നു. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ രാവിലെ കൂടുതലും കാണുന്നത് അത്യാവശ്യം 40 വയസ്സിന് മുകളിലുള്ള യൂത്തന്മാരായ, ആഫ്രിക്കന്മാരായ ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് നിൽക്കുന്നത്. നമുക്ക് ഇവരും സാധാരണ രീതിയിൽ രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്യണോ? ഞാനങ്ങനെ വരാറില്ല, ഇത്തവണ വന്നതേ ഉള്ളൂ. എന്ത് പറ്റി സാധാരണ വോട്ട് ചെയ്യാതിരിക്കാൻ? പ്രത്യേകിച്ചൊരു കാര്യമില്ല, ഞാനിപ്പോൾ ഇത്തവണ വന്നു എന്നുള്ളതേ ഉള്ളൂ, എൻ്റെ മകൻ്റെ കൂടെ. ഇത്തവണ അപ്പം വോട്ട് ചെയ്യാൻ വരാൻ എന്തോ ഒരു സ്പെഷ്യൽ കാരണമുണ്ടല്ലോ? സ്പെഷ്യൽ വയസ്സായി വരികയല്ലേ, അപ്പം ഇനിയൊരു ചാൻസ് കിട്ടിയില്ലെങ്കിലോ എനിക്ക് വോട്ട് ചെയ്യാനായിട്ട്. അയ്യോ, അങ്ങനെയൊന്നും സാധാരണ ഞങ്ങളെപ്പോഴും വരാറുണ്ട്. മനസ്സിൽ ആരാണെന്നൊക്കെ തീരുമാനിച്ചുറപ്പിച്ചു, അതോ അവിടെ പോയിട്ട് ഇനി ഒന്ന് നോക്കണമെന്നാണോ? ഇല്ല, മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ്. നമ്മൾ യൂത്തന്മാരുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ മറുഭാഗത്ത് ചാണ്ടി ഉമ്മൻ കുടുംബസമേതം അവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം, ചാണ്ടി ഉമ്മൻ കോട്ടയത്ത് പുതുപ്പള്ളിയിലെ ബൂത്തിലേക്ക് എത്തുന്നതിൻ്റെ അച്ചൂമ്മൻ അടക്കമുള്ളവരുണ്ട്. ഇപ്പോൾ അഖിലുണ്ട്. അഖിൽ, ചാണ്ടി ഉമ്മൻ എത്തിയിട്ടുണ്ട് പോളിംഗ് വോട്ട് രേഖപ്പെടുത്താനായിട്ട്. കേരളം മുഴുവൻ ആദ്യഘട്ടത്തിൽ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി വോട്ട് തേടിയ ചാണ്ടി ഉമ്മൻ MLA വോട്ട് രേഖപ്പെടുത്താനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്.